ഇനിയൊരു ദുഃഖം കൂടി, ഇനിയൊരു വേദന കൂടി നമുക്ക് താങ്ങാനായി കഴിയില്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ ശക്തമായ ഇടപെടൽ അത് കോടതിയുടെ ഭാഗത്തു നിന്നായിരുന്നാലും ഉണ്ടാകണമെന്ന അതിശക്തമായ വാക്കാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ കനത്ത ആൾനാശം തന്നെയാണ് വീണ്ടും ഇങ്ങനെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഭീതിയോടെ വിചിന്തനം നടത്താനായി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന്റെ കടുംപിടുത്തത്തിനെതിരെ പ്രദേശവാസികളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭത്തിനുള്ള ആഹ്വാനമൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന ദിവസം അതിശക്തമായ സമരപരിപാടികൾ കാണേണ്ടി വരുമെന്ന താക്കീത് മുന്നറിയിപ്പ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുലാവർഷക്കാലത്ത് സ്ഥിരമായി മുല്ലപ്പെരിയാർ അണക്കെട്ടെന്ന് പറയുന്നത് വലിയൊരു ഭീകര ദുരന്ത സാധ്യത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിലെമ്പാടും ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ എന്നുള്ള ഹാഷ്ടാഗോടുകൂടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അടക്കം നാം ഏവരും കാണുന്നതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭീതി പരത്തുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് തന്നെ തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഡാം പൊട്ടിയാൽ കോടതി ഉത്തരം പറയുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് മുൻപ് അത് സംഭവിക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് ഇന്നും മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പൊട്ടുമായിരിക്കുമെന്നൊക്കെ പലരും പറയുന്നു. ഒരുപക്ഷെ പൊട്ടിയാൽ ആരതിന് ഉത്തരം പറയും? കോടതികൾ ഉത്തരം പറയുമോ? അതല്ല, കോടതിയിൽ നിന്നും ഇത്തരം ഉത്തരവുകൾ വാങ്ങി ഇന്നത്തെ സ്ഥിതിവിശേഷം അതേപടി തുടരുന്നവർ ഉത്തരം പറയേണ്ടി വരും. സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണം. നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാനായാവില്ല എന്നും സുരേഷ് ഗോപി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ തോതിൽ തന്നെ പുരോഗമിക്കുന്നു. അതിനിടയിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം നിർമ്മിക്കണമെന്നത് ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ശക്തമായി ഉയരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു സർക്കാർ സംവിധാനവും. നേരത്തെ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ISRO ചെയർമാൻ S സോമനാഥുമായി കേന്ദ്രമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്ത് വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. ISROയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായും അദ്ദേഹം ഇതിനെപ്പറ്റി ചർച്ച നടത്തിയിരുന്നു. എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തിയത്. ജൂൺ മാസത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി സംബന്ധിച്ച് മേൽനോട്ട സമിതി പരിശോധന നടത്തിയിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായ പ്രചാരണവും ചർച്ചകളും ആരംഭിച്ചത്. കാലവർഷത്തിൽ തന്നെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് അനുവദനീയമായ പരമാവധി ശേഷിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തുലാവർഷം ഇനി കനത്താൽ സ്ഥിതി അപകടാവസ്ഥയിലേക്ക് ആകുമോ എന്നുള്ള പേടി നേരത്തെ തന്നെ പുലർന്നു തുടങ്ങിയിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഡാം സുരക്ഷാ കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞിരിക്കുന്നത്. അണക്കെട്ടിൽ എന്ത് സംഭവിച്ചാലും വെള്ളം പെരിയാറിലേക്കാണ് വരികയെന്ന്, തമിഴ്നാടിന് അപകടമൊന്നും ഉണ്ടാകില്ല എന്നും അദ്ദേഹം നേരത്തെ ഒരു മാധ്യമത്തോട് പറഞ്ഞതും ഈ അവസരത്തിൽ ഓർത്തെടുക്കേണ്ടതാണ്.